അമിത്ഷായുടെ അംബേദ്കർ പരാമർശം ഇന്നും ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിഷേധം ശക്തമാക്കും. ആരോപണത്തെ പ്രതിരോധിക്കാൻ അമിത്ഷാ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരുന്നു. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, അമിത്ഷായുടെ രാജി ആവശ്യപ്പെടുന്ന ആംഗിളിലേക്ക് പ്രതിപക്ഷം സമരം തിരിച്ചിട്ടുണ്ട്. ഡെറിക് ഒബ്രിയാൻ, തൃണമൂൽ കോൺഗ്രസിലെ MP, അവകാശ ലംഘന നോട്ടീസ് രാജ്യസഭയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം വളച്ചൊടിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നാണ് അമിത്ഷായും പിന്നീട് വിദ്വേഷ നുണപ്രചരണം നടത്തുന്നുവെന്ന് മോദിയും പ്രതിരോധിച്ചത്. ഇന്നും വലിയ രീതിയിൽ പ്രതിപക്ഷം ആക്രമണം കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അംബേദ്കർ വിഷയം ചൂടുപിടിപ്പിക്കുന്നതിന് പല ഉദ്ദേശങ്ങളും ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും അംബേദ്കറിനെ ഇഷ്ടപ്പെടുന്ന, അംബേദ്കർ രാഷ്ട്രീയത്തെ പിന്തുടരുന്ന നിരവധി മനുഷ്യർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവർ, ഇവരെയൊക്കെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതെന്ന് പ്രതിപക്ഷത്തിന് നന്നായിട്ടറിയാം. നന്നായിട്ട് ഉപയോഗിക്കുമോ ഇന്നും പ്രതിപക്ഷം? നോബൽ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അംബേദ്കർ വിഷയം ഇന്നും വലിയ രീതിയിൽ തന്നെ ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. പ്രത്യേകിച്ച് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് വന്ന ആ പ്രസ്താവന BJPയെ പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അമിത്ഷാ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ചത്. പ്രത്യേകിച്ച് അടുത്ത കാലത്തൊന്നും അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ച സാഹചര്യം ഉണ്ടായില്ല. ഇത്തരത്തിൽ BJP കൂടി പ്രതിരോധത്തിലായ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം അമിത്ഷാ വിളിച്ചത്. എന്താണെങ്കിലും പ്രതിപക്ഷം പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് അമിത്ഷയെ നീക്കണം എന്ന പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് പാർലമെന്റ് രണ്ട് സഭകളിലും ശക്തമായ പ്രതിഷേധമായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും സഭാ നടപടികൾ അമിത്ഷായുടെ രാജിക്ക് പിന്നാലെ രാജി യാഥാർത്ഥ്യമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടും പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുക കൂടിയാണ് എന്ന് എടുത്തു പറയണം. പ്രത്യേകിച്ച് ഇന്ന് ദേശവ്യാപകമായി തന്നെ ഇപ്പോൾ പ്രതിഷേധം നടത്താനുള്ള ആഹ്വാനം AICCയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഈ അംബേദ്കർ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗം വോട്ട് ബാങ്കിനെ കൂടി ഈ പ്രതിഷേധത്തിലൂടെ കോൺഗ്രസും പ്രതിപക്ഷവും അവരുടെ ഭാഗമാക്കാനുള്ള ലക്ഷ്യം കൂടി നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ സമയത്ത് ഇന്ത്യ സഖ്യത്തിൽ ചില പഠനപ്പിണക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃസ്ഥാനം മാറണം എന്നടക്കമുള്ള മമതാ ബാനർജി ഏൽപ്പിക്കണം എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ വന്നതൊക്കെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസത്തെ ഈ ചർച്ചയിൽ ഈ അംബേദ്കർ വിഷയം ഉയർത്തിയതുകൂടി തന്നെ പ്രതിപക്ഷം വീണ്ടും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന് എതിരെ ഉയർത്തുന്ന ഒരു കാഴ്ച കൂടി എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞു. അതായത് പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ഇതുപോലെ ഛിന്നഭിന്നമാകാൻ പോകുന്നു നമ്മൾ സംശയിച്ച ഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ആയുധം കൊടുക്കുകയും പ്രതിപക്ഷം ഒരുമിക്കുന്ന ഒരു കാഴ്ചയും കണ്ടിട്ടുണ്ട്. അതേ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും നേരിട്ടിറങ്ങി ഈ വിഷയത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ഇന്നും ഇപ്പോൾ പാർലമെന്റ് ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളെയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അവസാനിക്കുകയും ചെയ്യുന്നത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അവസാനിക്കുന്നത് ഒരു തീപ്പൊരി ചർച്ചയോടുകൂടിയാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് അമിത്ഷാ ഇട്ടുകൊടുത്തൊരു വെടിമരുന്ന് പൊട്ടിച്ചുകൊണ്ടാകുമെന്ന് കരുതിയില്ല. ചന്ദ്രഭാനു പറയുന്നു, നോബൽ, ബനാനയാണ് ഉണ്ടാവുന്നത്, രാജി ഉണ്ടാവില്ല എന്ന് പറയുന്നു. രാജിയൊന്നും വെക്കില്ല, രാജിവെക്കാൻ ആവശ്യമായ കാര്യം പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു നിലപാടും. പക്ഷേ ആ പറഞ്ഞതിനകത്ത് അംബേദ്കറിനെ അവഹേളിച്ചു എന്ന് പ്രതിപക്ഷത്തിന് തോന്നിയാൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. നോബൽ, ഇന്നിപ്പോൾ ഡൽഹിയിൽ തണുപ്പ് എങ്ങനെയാണ്? ഇന്നും തണുപ്പ് 10 ഡിഗ്രിയിൽ താഴെയാണോ? അരുൺ, ഇന്നും ഡൽഹിയിൽ നല്ല തണുപ്പാണ് ഇപ്പോൾ ഉള്ളത്. ദില്ലിയിൽ ഇന്നിപ്പോൾ രാവിലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 7 ഡിഗ്രിയാണ്. ഇപ്പോഴും 10 ഡിഗ്രിയിലേക്ക് താപനില എത്തിയിട്ടില്ല. 8, 9 പല സ്ഥലങ്ങളും താപനില ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പാർലമെന്റ് മുന്നിലാണുള്ളത്. പാർലമെന്റ് അത്ര വിസിബിളായി കാണാൻ കഴിയുന്നില്ല, കാരണം നല്ല മൂടൽമഞ്ഞുണ്ട് രാവിലെ. അപ്പോൾ ആ മൂടൽമഞ്ഞ് അങ്ങ് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ആളുകളൊക്കെ രാവിലെ അവരുടെ ജോലിക്ക് പോയി തുടങ്ങുന്നതേ ഉള്ളൂ. ദില്ലിയിൽ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് മഞ്ഞുകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആളുകൾ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തുകളൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദില്ലി അങ്ങോട്ട് ഇന്നും ഉണർന്നു വരുന്നതേ ഉള്ളൂ. അത്തരത്തിൽ വലിയ ഒരു മൂടൽമഞ്ഞും ഒപ്പം നല്ല തണുപ്പും ഇന്നുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഒരു നേരിയ വർധനവ് ഇന്ന് താപനിലയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 6 ഡിഗ്രി ആയിരുന്നു ഏറ്റവും കുറഞ്ഞതെങ്കിൽ ഇന്നപ്പോൾ 7 ഡിഗ്രിയായി മാറി എന്നത് മാത്രമാണ് മാറ്റം. വരും ദിവസങ്ങളിലും ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം കൂടുതൽ ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കപ്പെട്ടത്. അത്തരത്തിൽ കൂടുതൽ തണുപ്പിലേക്ക് ഉത്തരേന്ത്യ പോകാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിൽ ഉള്ളത് എന്നും
കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നവരുണ്ട്. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ ദില്ലിയിൽ നിന്ന് ചൂടുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ധനുവാസത്തിന്റെ നേരിയ കുളിരുണ്ട്. നമ്മുടെ കുളിര് പോലൊന്നുമല്ല. 6 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളാകെ വിറച്ചു പോകും. അത്രയും തണുപ്പാണ് ഇപ്പോൾ ദില്ലിയിലുള്ളത്. ഇന്നിപ്പോൾ 7 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ചെറിയ രീതിയിലൊരു താപനില ഉയർന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ വർധനയല്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും ഡിസംബർ 30 ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്.